ഛത്തീസ്ഗഡിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ജവാന്മാർക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. തിരുവനന്തപുരം പാലോട് സ്വദേശി വിഷ്ണുവിന്റെ ഭൗതികദേഹം ഇന്ന് നാട്ടിലെത്തിക്കും. തിരുവനന്തപുരം സ്വദേശി വിഷ്ണുവിന്റെ വീട്ടിൽ നിന്നും രശ്മി കാർത്തിക തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പാലോടുള്ള വിഷ്ണുവിന്റെ വീട്ടിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഏറെ വേദനാജനകമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ദുഃഖം തളം കെട്ടി നിൽക്കുകയാണ്. ഈ വിവരം അറിഞ്ഞതു മുതൽ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ വിവരം നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ അറിയുന്നത്. ആ സമയം മുതൽ ഇവിടേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നുണ്ട്. നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു വിഷ്ണു. എന്താണ് പറയാനുള്ളത്? വിഷ്ണു ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ്. പ്രത്യേകിച്ച് പഞ്ചായത്തിലുള്ള യുവജനങ്ങളുടെ ഇടയിൽ ഏത് കാര്യമായാലും വന്നാൽ വളരെ സജീവമായി നിന്ന് പ്രവർത്തിക്കും. പിന്നെ ജോലി കിട്ടിയതിന് ശേഷവും അങ്ങനെ തന്നെയാണ്. ആ ഫാമിലി, അതാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. അവരുടെ അച്ഛനും അമ്മയും അവരെ മക്കൾ രണ്ടുപേരായാലും വളരെ സജീവമായിട്ട് ആളുകളുടെയൊക്കെ നല്ല ഇടപെടലും നന്നായിട്ട് നല്ലൊരു മിടുക്കനായ ഒരു യുവാവെന്ന് പറയും. ഞാൻ അവരെ അമ്മയോട് സംസാരിച്ചപ്പോൾ അമ്മ പറയുന്നത് അവന് എന്തിനും ധൈര്യമുണ്ട്. അപ്പോൾ ഈ ജമ്മു കാശ്മീരിലെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അത് ബുദ്ധിമുട്ടല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല അമ്മ, ഞാൻ ഇതിനാണ് ജോലി അതാ ഏറ്റെടുത്തിരിക്കുന്നത്, എനിക്ക് ധൈര്യമാണ്, അമ്മ ധൈര്യമായിട്ടിരിക്കുക. ഒത്തിരി അമ്മമാരിൽ ഇപ്പം ഞാൻ അമ്മയോട് സംസാരിച്ചാണ്. അമ്മ ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ല മോന് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെന്ന് ഇതുവരെയും വിശ്വസിക്കാത്തൊരു സാഹചര്യമാണ്. വളരെ സങ്കടമുണ്ട് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്ത്. ധീര രക്തസാക്ഷിയായി ഇന്ത്യക്ക് വേണ്ടിയെന്ന് പറയുമ്പോൾ അഭിമാനമുണ്ടെങ്കിലും ആ കുടുംബത്തിനും ഈ നാട്ടിനുമൊക്കെ ഒരു വലിയ നഷ്ടമാണ് വിഷ്ണുവിനെ കൊണ്ട് നമുക്കുണ്ടായിരിക്കുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ വീട് പാലുകാച്ചുമായിട്ടൊക്കെ വന്ന് 10-20 ദിവസം നിൽക്കുകയുണ്ടായി. അപ്പോൾ എൻ്റെ വൈസ് പ്രസിഡൻ്റാണ് തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്നത്. വൈസ് പ്രസിഡൻ്റ് എൻ്റെ അടുത്ത് പറയുണ്ടായി, എല്ലാ ചെറുപ്പക്കാരെ പോലെയല്ല, ഒരു വീടിൻ്റെ എല്ലാ ജോലികളും എന്ത് ജോലി ഉണ്ടായാലും അവിടെ നിന്നങ്ങ് ചെയ്യുന്ന ഒരു സ്വഭാവം അവനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒന്നിനും മടിയില്ലാതെ ഉള്ളവർ. അപ്പോൾ അതുകൊണ്ട് ആവണമല്ലോ ഇത്രയൊരു പ്രശ്നം ഉണ്ടാവാൻ കാര്യം. വിഷ്ണുവിൻ്റെ സഹോദരനോട് സംസാരിക്കുമ്പോൾ അതിന് അല്പം മുമ്പ് വരെയും പുള്ളിയോട് സംസാരിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ പെട്ടെന്ന് കട്ടാവുന്നു ഫോണ്, പിന്നീട് ഒരു വിവരമില്ല. കുറേ കഴിയുമ്പോഴാണ് നമുക്കിങ്ങനെ ഇൻഫർമേഷൻ കിട്ടുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്ന്. 2 പേരെ ഉള്ളൂ എന്നാണ് അറിയുന്നത്. വളരെ ദുഃഖമുണ്ട്. ഈ നമ്മുടെ ജവാന്മാരെല്ലാം ഇങ്ങനെ നഷ്ടപ്പെടുന്നത് നമ്മുടെ രാജ്യത്തിന് വലിയ ഒരു നഷ്ടമാണ്. അതിനകത്തൊരു വലിയ ശ്രദ്ധ ഗവൺമെൻറ്റിന് ഉണ്ടാവണം. ഈ കുടുംബത്തിനുണ്ടായ നഷ്ടം നികത്താൻ പറ്റാത്തതാണ് എന്നുള്ളതാണ് എനിക്ക്. ഏതായാലും വീട്ടിലേക്ക് ആളുകൾ ഒഴുകിയെത്തുകയാണ്. ഈ വിവരം അറിഞ്ഞ് ഇവിടെ ഭാര്യയുണ്ട്. ഭാര്യ ശ്രീചിത്രയിൽ നഴ്സാണ്. 2 മക്കളാണ് വിഷ്ണുവിന് ഉള്ളത്. ഇവർ രണ്ടുപേരും ഇവിടെയുണ്ട്. ഇത് വിഷ്ണുവിൻ്റെ കുടുംബ വീടാണ്. സഹോദരനും അച്ഛനും അമ്മയ്ക്കും ഒപ്പമാണ് വിഷ്ണു ഇവിടെ കഴിഞ്ഞിരുന്നത്. 1.5 മാസം മുൻപ് നാട്ടിലേക്ക് എത്തിയിരുന്നു. വീട് പാലുകാച്ചുമായി ബന്ധപ്പെട്ട് പുതിയ വീടിൻ്റെ ഗൃഹപ്രവേശവുമായി ബന്ധപ്പെട്ടാണ് ഇവിടേക്ക് എത്തിയത്. മാത്രമല്ല ഇളയ മകൻ്റെ എഴുത്തിനെഴുത്ത് ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് വിഷ്ണു ഇവിടെ നിന്നും മടങ്ങിയത്. ഈ ജോലി ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഈ വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ പറയുന്ന ഒരു കാര്യം. നാട്ടുകാർക്കൊക്കെ ഏറെ പ്രിയപ്പെട്ടവനാണ്. ഏതായാലും വീരമൃത്യു വരിച്ച വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് ആളുകൾ ഒഴുകിയെത്തുകയാണ്. നാടിനു വേണ്ടി രാജ്യത്തിനു വേണ്ടിയൊക്കെ നാട്ടിൽ വന്നാലും എല്ലാ സമയങ്ങളിലും മറ്റുള്ളവരെ സഹായിക്കുന്ന പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന വിഷ്ണു ആ രീതിയിലുള്ള ആളായിരുന്നു, പ്രകൃതക്കാരനായിരുന്നു വിഷ്ണു എന്നുള്ളതാണ് ഈ നാട്ടുകാരൊക്കെ പറയുന്നൊരു കാര്യം. ഏതായാലും വളരെ വിഷമത്തോടു കൂടിയാണ് എല്ലാവരും പ്രതികരിക്കുന്നത്. വിഷ്ണുവിൻ്റെ വീട്ടിൽ നിന്നും ക്യാമറമാൻ അനീഷിനൊപ്പം രശ്മി കാർത്തിക.